നമസ്കാരം. എൻ്റെ 40 വർഷത്തെ നാടക സഞ്ചാരത്തിൽ എനിക്ക് വളരെയേറെ അനുഭവങ്ങളും ഓർമ്മകളുമുണ്ട്. അത് ഞാൻ ആ സഞ്ചാരത്തിൻ്റെ ഒരു പാതകൾ ഞാനൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ചാണ് ആദ്യമായിട്ട് നാടകം കളിക്കുന്നത്. അന്ന് എൻ്റെ ജ്യേഷ്ഠനൊരു നാടകം പഠിപ്പിക്കുകയും അത് കളിക്കുകയും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 10ാം ക്ലാസ് വരെ നാടകം കളിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ 16ാമത്തെ വയസ്സ് മുതൽ ഞാൻ പുറത്ത് കുട്ടികളെ നാടകം പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ വർഷങ്ങൾ സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തിയത്. ഒരു ഷേനൻ പിള്ള സാറും ഒക്കെ എൻ്റെ ഗുരുക്കന്മാരായിരുന്നെങ്കിലും സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന മണികണ്ഠദാസ് സാറാണ് എൻ്റെ ഒരു ഗുരുവായി. നാടകത്തിൻ്റെ ലോകമെന്ന് പറയുന്നത് ഇത്രയേറെ വളരെ വലുതാണെന്നും അത് ആ ഒരു സാഗരത്തിൻ്റെ ഒരു തീരത്തെങ്കിലും എന്നെ കൊണ്ട് എത്തിച്ചതും അദ്ദേഹമാണ്. അവിടെ നിന്നാണ് വീണ്ടും നാടകത്തെ എത്ര സീരിയസ് ആയി കാണാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ വീണ്ടും ഡൽഹിയിൽ 22ാമത്തെ വയസ്സിൽ ഞാനൊരു നാടകം സംവിധാനം ചെയ്തത് ഡൽഹിയിൽ മലയാളി അസോസിയേഷൻ്റെ വേണ്ടി ഒരു നാടകം കളിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായി ഭാവന തിയേറ്റർ റിസർച്ച് സെൻറ്റർ എന്ന ഒരു സമിതി തുടങ്ങുന്നത്. അതിൽ നിന്ന് പിന്നീട് ഒരുപാട് നാടകങ്ങൾ കളിച്ചു. മത്സരവേദികളെന്ന് ഒരുപാടുണ്ടായിരുന്നു. ക്ലബ്ബുകളൊക്കെ സംഘടിപ്പിക്കുന്ന നാടകങ്ങൾ, ഓരോ വർഷവും ഓരോ നാടകങ്ങൾ, അങ്ങനെ നിരവധി നാടകങ്ങൾ, നിരവധി പ്രൈസുകൾ വാങ്ങിക്കൊണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു. അതുപോലെ തന്നെ തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് മത്സരവേദിയിൽ സ്കൂളുകളിലെ കുട്ടികളെ മത്സരത്തിന് വേണ്ടി തയ്യാറാക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിലേക്ക് കടന്നു. അങ്ങനെ ഒരു കുറേ 10-20 വർഷങ്ങൾ കൊണ്ട് കുറേയേറെ നാടകങ്ങൾ ചെയ്യുവാനും സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ 1ാം സ്ഥാനം നേടുവാനും യൂണിവേഴ്സിറ്റികളിൽ ഒക്കെ 1ാം സ്ഥാനം നേടുവാനും ഒക്കെ കഴിയും. അങ്ങനെ നോക്കിയാൽ ഈ 40 വർഷത്തിനുള്ളിൽ ഏകദേശം 400-500 അടുത്ത നാടകങ്ങൾ ചെയ്യുവാനും സംവിധാനം ചെയ്യുവാനും അതുപോലെ തന്നെ 10,000 മേൽ വേദികൾ അവതരിപ്പിക്കുവാനും അതിൽ പ്രൊഫഷണൽ നാടകങ്ങൾ ഉൾപ്പെടെ 1000-ലധികം വേദികൾ അവതരിപ്പിക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മകൾ ജെറിൻ അന്നാജോ ഇവിടെ ഭാവന തിയേറ്റർ കളക്റ്റീവ് എന്ന പേരിൽ ഒരു തിയേറ്റർ സംഘത്തെ രൂപീകരിക്കുക. അത് എനിക്ക് വളരെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കേറെ സന്തോഷം നൽകുന്നു, ചാരിതാർത്ഥ്യം നൽകുന്നു. ഞാൻ സംതൃപ്തനാണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.